നമസ്തേ. ഈ വീഡിയോയിൽ നാം മനസ്സിലാക്കുന്നത് 2024 ജനുവരിയിൽ നടന്ന ഹിന്ദി സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, മിൽ ജുൽമൻ കിസ് വിദാ കി രചന ഹെ, ഉപന്യാസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാലന്റൈൻസ് ഡേ കിസ്കാ കഹാനി സങ്കലൻ ഹെ, കമൽ കുമാർ. അടുത്ത ക്വസ്റ്റ്യൻ, സനാതൻ ധർമ്മസഭ की स्थापना किसने की, पंडित दीन दयाल शर्मा. किसने രാമചന്ദ്രിക കോ ചന്ദോം കാ അജായബ് ഘർ കഹ. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, HSTക്കും GLTക്കും ഒക്കെ ചോദിക്കാറുണ്ട്. രാം സ്വരൂപ് ചതുർവേദി. ശുക്ലജീനെ കിസ്കോ കഠിന കാവ്യ കാ പ്രേത് കഹ. ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ കേശവ് ദാസ്. അടുത്തത്, ഇൻമേ സെ കിസ് സാഹിത്യകാർ കാ ജന്മ 1880 में और मृत्यु 1936 में हुई थी, പ്രേംചന്ദ്. അപ്പോൾ ഹിന്ദിയിൽ പ്രമുഖരായിട്ടുള്ള ഹിന്ദി സാഹിത്യകാരന്മാരുടെ ജനനവും മരണവും ഒക്കെ തന്നെ നോട്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ മനസ്സിലാക്കാം. അടുത്തത്, BG ഖേർ की अध्यक्षता में राजभाषा आयोग का गठन कब हुआ എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം 1955. അടുത്ത ക്വസ്റ്റ്യൻ, पहला गिरमिटिया किसके जीवन पर आधारित उपन्यास है, गांधी जी. അടുത്ത क्वेश्चन, बेडो संताली डोगरी मैथिली भाषाओं को 8वीं अनुसूची में कब शामिल किया गया, 2003. അപ്പോൾ ഇത്രയും ഭാഷകൾ 8वीं അനുസൂചിയിൽ വരുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അമർകാന്ത് കെ സാത്ത് 2009 किसको ज्ञानपीठ पुरस्कार मिला. अमरकांत के साथ 2009 में किसको ज्ञानपीठ पुरस्कार मिला, श्रीलाल शुक्ला ആണ് ആൻസർ. അടുത്തത്, പാൾ ഗോംറ का स्कूटर किस विधा की रचना है, പാൾ ഗോംറ का स्कूटर किस विधा की रचना है. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, കഹാനിയാണ്. ഇത് ആരെ എഴുതിയതാണെന്നും ചോദിക്കാറുണ്ട്. അടുത്തത്, ഗലത് ജോഡ കോൺസാ ഹെ, ഡോക്ടർ ശിവസിംഗ് സേങ്കർ, പുഷ്യകവി, രാഹുൽ സാങ്കൃത്യായൻ, സർഹപാദ്, ഗണപതി ചന്ദ്രഗുപ്ത്, ശാലിഭദ്രി സൂരി, മിശ്ര ബന്ധു, കവി റോഡ. അപ്പം ഇതിൻ്റെ ആൻസർ മിശ്ര ബന്ധു കവി റോഡ എന്നുള്ളതാണ്. അടുത്തത്, ഹിന്ദി സാഹിത്യക്ക് ഇതിഹാസ് കാ കാൽ വിഭാജൻ കർണേ വാലെ പ്രഥം ഇതിഹാസ്കാർ കോൺ थे, ഗ്രിയസൺ ആണ് ആൻസർ. കഴിഞ്ഞ HSTക്കും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. इनमें से शुक्ल जी के मत में सच्चे स्वच्छंदतावाद के प्रवर्तक कौन है, श्रीधर पाठक ആണ് ആൻസർ. അടുത്തത്, इनमें से बहुव्रीहि समास का उदाहरण कौन सा है, ആൻസർ സത്യപാലൻ എന്നുള്ളതാണ്. അടുത്തത്, इनमें से कौन सा उदाहरण द्विगु समास का नहीं है എന്നാണ്. नहीं है എന്നുള്ളതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആൻസർ പക്കൗഡി. അടുത്തത്, 2023 വിശ്വ ഹിന്ദി സമ്മേളൻ കഹാം സമ്പന്ന ഹുവാത. അപ്പോൾ ഒരുപാട് വിശ്വ ഹിന്ദി സമ്മേളനം നടന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 2023 ആൻസർ ഫിജി ആണ്. അടുത്തത്, ഉच्च न्यायालय और उच्चतम न्यायालय में तथा अधिनियमों विधेयकों आदि में प्रयोग की जाने वाली भाषा के संबंध में किस अनुच्छेद में उल्लेख हुआ है, ആൻസർ 348 ആണ്. അടുത്തത്, രാജഭാഷ ഹിന്ദി के स्वरूप निर्णय की प्रारूप समिति में इनमें से कौन शामिल नहीं थे എന്നാണ്. ബാലഗംഗാധർ തിലകാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അതിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത്, റെസൊല്യൂഷൻ കെ ലിയെ പ്രയുക്ത ഹിന്ദി ശബ്ദ കോൺസാഹെ എന്നാണ്. സങ്കല്പ ആണ് ഉത്തർ. ഇത് കഴിഞ്ഞ HSTക്ക് ചോദിച്ച അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്തത്, ഇൻമേ സെ സഹി വാക്യ കോൺസ നഹി ഹെ എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ലീലാനെ ദോ ബില്ലിയോം കോ ദേക്കി എന്നുള്ളതാണ്. അടുത്തത്, നന്ദകിഷോർ ആചാര്യക്ക് സപ്തക് കെ കവി ഹെ എന്നാണ്. അപ്പോൾ 14 സപ്തകാണ്. അപ്പോൾ 4 സപ്തക് ഉണ്ട് നമുക്കറിയാം. അപ്പോൾ അതിൽ ഓരോരോ കവികളെയും നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണമെന്ന് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അടുത്തത്, ഇതിഹാസ് ഹന്ത കിസ്കാ പ്രഥം സ്വതന്ത്ര കവിതാ സംഗ്രഹ, ജഗദീഷ് ചതുർവേദിയുടെ ആണ് അദ്ദേഹത്തിൻ്റെ കവിത. പ്രഥം സ്വതന്ത്ര കവിതാ സംഗ്രഹമാണ് ഏത്, ഇതിഹാസ് ഹന്ത എന്നുള്ളത്. അടുത്തത്, इसमें कौन शंभुनाथ की आलोचना नहीं है, कविता का पक्ष. അപ്പോൾ ബാക്കിയുള്ളത്, तीसरा यथार्थ, മിഥക് और ആധുനിക് കവിത, പ്രേംചന്ദ് का പുനർമൂല്യാങ്കൻ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആലോചനയാണ് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത്, കഹാനിക്കാർ और लेखकों का सही
മിലാൻ കീജിയെ എന്നാണ്. അപ്പം നിർമ്മൽ വർമ്മ, കൃഷ്ണ ബൽദേവ് വൈദ്, ഗംഗാപ്രസാദ് വിമൽ, ഉദയ് പ്രകാശ്. ഇപ്പുറത്തെ സൈഡിൽ ദരിയായി ഗോഡ, ഗോയി ഹുയി ബാത്തി, ബദ്ചലൻ, ബീരിയോം ക ദ്വീപ്, ബുഖാറാണ്. അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. നിർമ്മൽ വർമ്മ, ബുഖാർ, കൃഷ്ണ ബൽദേവ് വൈദിൻ്റെ ബദ്ചലൻ, ബീവിയോം ക ദ്വീപ്. അടുത്തത് ഗംഗ പ്രസാദ് വിമൽ, അദ്ദേഹത്തിൻ്റെ ഗോയി ഹുയി ബാത്തി. ഉദയ് പ്രകാശിൻ്റെ ഏതാണ് ദരിയായി ഗോഡ. അങ്ങനെയാണ് വരുന്നത്. അടുത്തത് അഗർമഗ് ക്രിയ കിസ് വിദ കി രചനാഹയാണ്, കഹാനിയാണ്. അടുത്തത് കവി ഓർ കവിതാക്കോ സുമേളിത് കീജിയെ എന്നാണ്. ഉദയ് പ്രകാശ്, സ്നേഹമയി ചൗധരി, രമാനാഥ് അവസ്ഥി, ലീലാധർ ജഗൂടി, ഹൻസ് അക്കേല, അബൂത്തർ കബൂത്തർ, അനുഭവിക്കെ ആകാശ് മേം ചാന്ദ്, അപ്പിനെ ഖിലാഫ്. ആൻസർ എ ആണ്. അടുത്തത് കഹീം വഹീം ഭൂൽന ജായേഗ പദാരിയെ സത്വർ ആയേഗ ബനെ സ്വയം സത്പദ് സൗഖ്യകാരി സുഗർമ ഹോ വിഘ്ന വിപത്തിഹാരി. ഇൻ പങ്ക്തിയോ മേ കോൺ സാ ചന്ദ് ഹെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഉപേന്ദ്ര ബജ്ര. അടുത്തത് കോൺ സാ ജോഡ സഹി നഹി ഹെ എന്നാണ്. ആൻസർ ബൽറാം കെ ഹസാരോം ഹാത്ത് സർവേശ്വർ ദയാൽ സക്സേന. അടുത്തത് കബീർദാസ് പർ രജിത് നാടകോം ക സഹി മിലാൻ കീജിയെ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എ ആണ്. അടുത്തത് ഇൻമേ സെ किसने अरस्तु के अनुकरण सिद्धांत को जीवन के कल्पनात्मक पुनर्निर्माण का पर्याय माना. आंसर स्कॉट जेम्स ആണ്. അടുത്തത് किस आलोचक ने वक्रोक्ति सिद्धांत और अभिव्यंजना सिद्धांत को एक बताया. उत्तर शुक्ल जी. അടുത്തത് സഹി മിലാൻ കീജിയെ എന്നാണ്. എളുപ്പമുള്ളതാണ്. കുറേ എക്സാമിന് കേട്ടിട്ട് നെറ്റ് സെറ്റ് ടെറ്റ് അതുപോലെ തന്നെ JLT HST എക്സാമിനൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പം നമുക്കറിയാം കുന്തക്, വക്രോക്തി, ബാമഹ്, അലങ്കാർ, ആനന്ദവർദ്ധൻ, ധ്വനി, ക്ഷേമേന്ദ്ര, ഔചിത്യ. അപ്പം ആൻസർ സി ആണ്. അടുത്തത് ഇൻമേസെ കോൺ ബിഹാരി ഉപഭാഷാക്കി ബോലി നഹി ഹെ എന്നാണ്. അപ്പം ആൻസർ ബഗേലി. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്താണ് ബിഹാരി അതിൻ്റെ എന്താണ് ഉപഭാഷയുടെ എന്താണ് ബോലികളാണെന്ന് മനസ്സിലാക്കാം. അടുത്തത് ഇൻമേസെ പുല്ലിംഗ് ശബ്ദ കോൺസാ ഹെ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പുല്ലിംഗും സ്ത്രീലിംഗും ശബ്ദം ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ കമ്പൽ. അടുത്തത് ഇൻമേസെ കിസ് ബോലി का दूसरा नाम मारवाड़ी है. आंसर पश्चिमी राजस्थानी. അടുത്തത് ശിവസിംഗ് സേങ്കർ കൃത് ശിവസിംഗ് സരോജ് का പ്രകാശൻ വർഷ കോൺസാ ഹെ എന്നാണ്. ആൻസർ 1883 മാറിപ്പോകരുത്. അടുത്തത് ഹിന്ദി സാഹിത്യ का 8वां दशक नामक ग्रंथ का संपादक कौन है. ഡോക്ടർ പുഷ്പപാൽ സിൻഹ ആണ്. അപ്പോൾ ഹിന്ദി സാഹിത്യ का 8वां दशक എന്നുള്ള ബുക്കിൻ്റെ സമ്പാദകാണ് पुष्पपाल सिन्हा. അടുത്തത് 7 प्रकरणों में हिंदी साहित्य के इतिहास को किसने विभक्त किया. डॉक्टर राम कुमार वर्मा. എൻ്റെ उत्तर ആണ് ഡോക്ടർ राम कुमार वर्मा. അടുത്തത് सूरदास को पुष्टि मार्ग का जहाज किसने कहा. വിട്ടൽനാഥ് ആണ് ആൻസർ. അടുത്തത് ഇൻമേൻ സെ കോൺ രീതിബദ്ധ കവി നഹി ഹെ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബിഹാരിയാണ് ആൻസർ. അടുത്തത് ദുയേ കി ഈമാൻദാരി കിസ്കി കഹാനി ഹെ. കുസും അൻസലിൻ്റെ കഹാനിയാണ്. ഏത് ദുയേ കി ഈമാൻദാരി. അടുത്തത് ഇൻമേ സെ കിസ് ഗ്രന്ഥ ക നിർമ്മാൺ ഫോർട്ട് വില്യം കോളേജ് സെ നഹി ഹുവാത്ത എന്നാണ്. ഗുൽദസ്തയെ ഹിന്ദാണ് ആൻസർ. അടുത്തത് ചാൾസ് ജാക്സ് के मत में पोस्ट मॉडर्निज्म शब्द का पहला प्रयोग किसने किया. अर्नोल्ड टायनबी ആണ് ആൻസർ. അടുത്തത് एक कस्बे के नोट्स किसकी रचना है. नीलेश रघुवंशी. कोसले किस भाषा का दूसरा नाम था. आंसर अवधी. അടുത്തത് ചിത്ര മുദ്ഗൽ കൃത് ആവാം चित्र मुदगल कृत आवाम का उसी नाम से मलयालम में अनुवाद किसने किया. आंसर ഡോക്ടർ എസ് തങ്കമണി അമ്മയാണ്. അപ്പോൾ ചിത്രം മുതുകലിൻ്റെ ആവാം എന്നുള്ള രചനയുടെ ട്രാൻസ്ലേഷൻ ചെയ്തത് ഡോക്ടർ എസ് തങ്കമണി അമ്മയാണ്. അടുത്തത് ആലോചന की സാമാജികത किस ആലോചനാത്മക रचना है. मैनेजर पांडे. അടുത്തത് इनमें से जीवनी का कौन सा जोड़ा सही नहीं है.
പ്രേംചന്ദ്, വിശ്വകോഷ്, ഗംഗാ പ്രസാദ് പാണ്ഡെ. മറ്റത് മൂന്ന് നമുക്ക് പരിചിതമായിട്ടുള്ള ജീവനുകൾ തന്നെയാണ്. അടുത്തത് കവി ഓർ കവിത കാ കോൺസാ ജോഡ സഹി നഹി ഹെ. ആൻസർ അരുൺ കമൽ, സച്ച് സുനെ കൈ ദിൻ ഹുയെ. ആൻസർ ഡി ആണ് വരുന്നത്. അടുത്തത് ഓൺ ദി സബ്ലൈം കിസ് പാശ്ചാത്യ വിദ്വാൻ കി രചന ഹെ. ലാഞ്ചിൻസിന്റെ രചനയാണ് ഓൺ ദി സബ്ലൈം എന്നുള്ളത്. അടുത്തത് इनमें से किसने साहित्य में अभिव्यंजनावाद की स्थापना की? क्रोचे. लांजिन्स को किसने प्रथम स्वच्छंदतावादी आलोचक कहा? स्कॉट जेम्स. അടുത്തത് ഭാഷ और भाषिकी किसकी रचना है? डॉक्टर देवी शंकर द्विवेदी. അടുത്തത് सेमांटिक्स के लिए प्रयुक्त हिंदी शब्द कौन सा है? अर्थ विज्ञान. അടുത്തത് गोल्ड स्मिथ कृत हर्मिट का हिंदी अनुवाद एकांतवासी योगी नाम से किसने किया? श्रीधर पाठक. അതിന്റെ ആൻസർ ആണ് ശ്രീധർ പാഠക്. അടുത്തത് സൗ അജാൻ ഏക് സുജാൻ കിസ്കാ ഉപന്യാസ് ഹെ. ആൻസർ ബാലകൃഷ്ണ ഭട്ട്. അടുത്തത് അവാക് കിസ്കാ യാത്രാ വിവരൺ ഹെ. ആൻസർ ഗഗൻ ഗിൽ. അടുത്തത് इनमें से कौन सा नाटक भीष्म साहिनी कृत नहीं है? एक तारे की आंग. അപ്പോൾ ഹാനുഷ് മാധവി ആലങ്കീർ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ ഭീഷ്മസാഹിനിയുടെ നാടകങ്ങളാണെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. അടുത്തത് ഗുഡിയ ഭീത്തർ ഗുഡിയ കിസ്കി ആത്മകഥ ഹെ. മൈത്രേയി പുഷ്പ. അപ്പോൾ ആൻസർ മൈത്രേയി പുഷ്പ അവരുടെ ആത്മകഥയാണ് ഗുഡിയ ഭീത്തർ ഗുഡിയ എന്നുള്ളത്. അടുത്തത് ഹിന്ദി സാഹിത്യ കാ സമ്പാദക് കോൺ ഥാ? ഡോക്ടർ ധീരേന്ദ്ര വർമ്മ. അടുത്തത് സഹി മിലാൻ കീജിയൻ ആണ്. എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്തത് സൂര് സൂര് തുളസി ശശി ഉടുഗണ് കേശവദാസ് അബ് കെ കവി ഗദ്യോത് സമജഹം തഹം കരത് പ്രകാശ് കിസ്കി പങ്ക്തിയാ ഹെ. ആൻസർ ഗ്യാൻ സ്വരൂപ് ശർമ്മ. അടുത്തത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇൻമേം ഗലത് ജോഡ കോൺസാ ഹെ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഗോരഖ്നാഥ് ഡിങ്കൽ. അടുത്തത് 66ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കാൽക്രം കി ദൃഷ്ടി സെ സഹി അനുക്രം കോൺസാ ഹെ. ആൻസർ യുഗാന്ത് യുഗ്പദ് ഉത്തര അത്തിമ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഇൻമേസെ ഗലത് ജോഡ കോൺസാ ഹെ. ആൻസർ ബി ആണ് ചിത്രാവലി കുത്തുബനാണ്. അപ്പോൾ ചിത്രാവലി കറക്റ്റ് ആൻസർ ഉസ്മാനാണ്. ബാക്കിയൊക്കെ അക്രാവട്ട് ജായസി ഇന്ദ്രാവതി നൂർ മുഹമ്മദ് ഹൻസ് ജവാഹർ കാസിം ഷാ അതൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ചിത്രാവലി കുത്തുബൻ എന്നുള്ളതാണ്. അപ്പോൾ ചിത്രാവലി ആരുടെയാണ്? ഉസ്മാൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യകാലത്തിൽ വരുന്ന രചനകളുടെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാം. അതുപോലെ തന്നെ ദ്വൈതവാദക്കെ പ്രവർത്തക് കോൺ ഹെ? നിംബാർക്കാചാര്യ. അപ്പോൾ ഇതിൽ ദ്വൈതവാദ് വരുന്നുണ്ട്, വിശിഷ്ടാദ്വൈതവാദ് വരുന്നുണ്ട്, ദ്വൈതവാദ് വരുന്നുണ്ട്. അതുപോലെ കുറേ വാദ് അത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിച്ചിട്ട് അതാരാണെന്നുള്ളതും കൂടി മനസ്സിലാക്കണം. എങ്കിലാണ് അത് നമുക്കത് ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അടുത്തത് തിരങ്ക് ശബ്ദമേം കോൺസ സമാസ് ഹെ ദ്വിഗു. അപ്പോൾ സമാസിൻ്റെ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും അത് നന്നായിട്ട് പഠിക്കുക. അടുത്തത് 70ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ സൂചിയോ കോ സുമേലിത് കീജിയെ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്തത് ഹരിവംശ റായ് ബച്ചൻ കാ സർവപ്രഥം കാവ്യ സങ്കലൻ കാ നാം ക്യാ ഹെ? തോരാ ഹാർ എന്നുള്ളതാണ്. തേരാ ഹാർ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഹരിവംശ റായ് ബച്ചൻ കാ സർവപ്രഥം കാവ്യ സങ്കലൻ കാ നാം ക്യാ ഹെ എന്നാണ്. തേരാ ഹാർ എന്നാണ്. അടുത്തത് ദേവനാഗരി ലിപി കിസ് തരഹ് കി ലിപി ഹെ? അക്ഷരാത്മക് ലിപിയാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് एक भाषा की पाठ्य सामग्री को दूसरी भाषा की समानार्थक पाठ्य सामग्री से प्रतिस्थापना ही अनुवाद है. यह किसका कथन है? കൈറ്റ്ഫോർഡിന്റെ കഥനാണിത്. അടുത്തത് കോൺസ യുഗ്മ അസംഗത് ഹെ? ആൻസർ ബില്ലേസുർ ബക്കരിഹ സുമിത്രാനന്ദ് പന്ത്. അടുത്തത് അധികാർ സുഖ കിത്തന മാദക് കിന്തു സാരഹീൻ ഹെ? യഹ് പങ്ക്തി ജയശങ്കർ പ്രസാദ് കെ കിസ് നാടക് സേ ഹെ? സ്കന്ദഗുപ്ത് നാടകത്തിലെ വരികളാണിത്. അപ്പോൾ ഇത് ഇതുപോലെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നിന്നും അതുപോലെ തന്നെ മറ്റു നാടകങ്ങളിൽ നിന്നും ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്യുക. മഹേന്ദ്രമേം കോൺസ സന്ധി ഹെ? ഗുണസന്ധി. 77ാമത്തെ ക്വസ്റ്റ്യൻ ഗലത് ജോഡേക്കോ പെഹചാൻ കർ ലിഖിയെ?
അനുവാദ് കല ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായർ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത് ഇൻ मेम किनके साहित्य इतिहास ग्रंथ में आदिकाल को सिद्ध सामंतकाल कहा. ആൻസർ രാഹുൽ സാങ്കൃത്യ എന്നാണ്. അപ്പോൾ ആദ്യകാലത്തെ സിദ്ധ സാമന്തകാലം എന്ന് പറഞ്ഞത് രാഹുൽ സാങ്കൃത്യായനാണ്. അപ്പോൾ രാഹുൽ സാങ്കൃത്യായനൊരു സിദ്ധനാണെന്നുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് കോഡ് കണക്ട് ചെയ്തിട്ട് അത് ആലോചിച്ച് വെക്കുക. അതത് അസംഗത് കഥൻ കോൺസാഹെ എന്നുള്ളതാണ്. പൃഥ്വിരാജ് രാസോമേ 75 സമയഹേ എന്നുള്ളതാണ്. അപ്പോൾ അത് കറക്റ്റ് ആൻസർ 69 ആണല്ലോ. ബാക്കിയൊക്കെ പ്രിയപ്രവാസിൽ 17 കാമായനിയിൽ 15 വൈദേഹി വനവാസിൽ 18 ബാക്കിയൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് കൃതികളുടെ സർഗങ്ങൾ അതിലെന്താണ് വരുന്നത് എന്നുള്ളത് അതിൻ്റെ എണ്ണം കൃത്യമായിട്ട് മനസ്സിലാക്കണം. അടുത്തത് ദവാക്ക അനുവാദ് കിസ്നെ കിയ ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായർ. അടുത്തത് മാനക് ഹിന്ദി കിസ് ബോലി സെ നിക്കലി ഗഡി ബോലി. കഴിഞ്ഞ ചെസ്റ്റിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മാനക് ഹിന്ദി കിസ് ബോലി സെ നിക്കലി ഗഡി ബോലി. അടുത്തത് മൂക്ക് ഹോഡ് വാച്ചാൽ പങ്കു ഷഡേ ഗിർവർ ഗഹൻ ജാസു കൃപാസു ദയാൽ ദവോ सकल काली मल दहन इसमें किस छंद का प्रयोग किया गया. सोरठ ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. വത്സ് ശബ്ദ का तद्भव रूप क्या है. വച്ച എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ संग्रदन मासिक पत्रिका के संपादक कौन है. संग्रदन मासिक पत्रिका के संपादक कौन है എന്നാണ്. PG वासुदेव ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ്. 85 कान में तेल डालना मुहावरे का अर्थ क्या है. अनसुना करना. ऑप्शन सी. 86 लहरे व्योम चूमती उड़ती में कौन सा अलंकार है. അതിശയോക്തിയാണ്. ഓപ്ഷൻ ബി. അടുത്തത് द्विवेदी युग के किस कवि ने सत्सई की रचना की है. ऑप्शन डी वियोगी हरि. അടുത്തത് भविष्यत काल के कितने भेद है. दो ആണ്. ഓപ്ഷൻ ഡി दो. सुमेलित कीजिए ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്തത് ഭാരതീയ സംവിധാൻ के किस अनुच्छेद के अनुसार हिंदी भारत की राजभाषा बनी हुई. 343 1 എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് മൃദ് ശബ്ദ का प्रयोग हिरण के लिए होना किसका उदाहरण है. अर्थ संकोच ആണ്. ഓപ്ഷൻ സി अर्थ संकोच ആണ് വരുന്നത്. അടുത്തത് മാഗധി അപഭ്രംശ से उत्पन्न ഭാഷ ഹേ ഭോജ്പുരി മഗഹി മൈഥിലി. അപ്പോൾ നമ്മൾ ഹിന്ദിയിൽ പ്രധാനമായും വരുന്ന 5 ഉപഭാഷകളാണ്. അപ്പോൾ അതിൻ്റെ 18 ബോലുകൾ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഏതൊക്കെയാണ് ഏതിൻ്റെയാണെന്നുള്ളതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കണം. അടുത്തത് ഭാരതീയ സംവിധാൻ के किन किन अनुच्छेदों में राजभाषा के बारे में बताया गया है എന്നാണ്. അനുച്ഛേദ് 343 തൊട്ട് 351. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് जयशंकर प्रसाद जी की कामायनी में पात्र प्रतीक उनके निम्नलिखित जोड़ों में से कौन सा गलत है എന്നാണ്. അപ്പോൾ ഇട വ്യാവസായിക് ബുദ്ധി എന്നാണ്. അപ്പോൾ അങ്ങനെയല്ല, അത് നമുക്കറിയാം. അപ്പോൾ അതിൽ ഒരുപാട് വരുന്നുണ്ട്. ഇട, ശ്രദ്ധ, മനു, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രതീക എന്താണ് മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് വിശ്വ ഹിന്ദി ദിവസ് കിസ് ദിൻ മനായ ജാത്ത ഹെ. ജനുവരി 10 ആണ്. ജനുവരി 10. ഓപ്ഷൻ സി. ഹിന്ദി ദിവസ് നമുക്കറിയാം സിതംബർ 14 ആണ്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നീച്ചെ ദിയെ ഗയെ ശബ്ദോമേ പുല്ലിംഗ് ശബ്ദക്കോ പെഹ്ചാനിയെ. സ്തൻ എന്നുള്ളതാണ്. അടുത്തത് തുളസി का सारा काव्य समन्वय की विराट चेष्टा है. यही किसका कथन है. ऑप्शन सी हजारी प्रसाद द्विवेदी. അടുത്തത് दक्षिण भारत हिंदी प्रचार सभा की स्थापना कब हुई. 1915. ऑप्शन बी. അടുത്തത് हिंदी के प्रथम कोशकार कौन है. ऑप्शन डी अमीर खुसरो. അടുത്തത് योगात्मकता की दृष्टि से हिंदी किस वर्ग में आती है. ऑप्शन डी ആണ്. ശ്ലിഷ്ട് യോഗാത്മക ആണ് ആൻസർ. അടുത്തത് കവി कह गया है किसके ग्रंथ का नाम है. अशोक वाजपेयी. ऑप्शन बी. അടുത്തത്
गणराज्य किसकी रचना है? प्लेटो. ऑप्शन सी. അടുത്തത് ले चल वहाँ भुलावा देकर मेरे नाविक धीरे धीरे जिस निर्जन में सागर लहरी अंबर के कानों में गहरी കിൻകി ഉക്തി ഹേ എന്നാണ് ജയശങ്കർ പ്രസാദിൻ്റെ ആണ്. ഓപ്ഷൻ എ ജയശങ്കർ പ്രസാദ്. അടുത്തത് കൗ ഗട്ടിയെ വൃഷഭാനുജ വേ ഹൽദർ കെ ഷീലിമേം വ്യഞ്ജന കെ കോൺസാ രൂപ് ഹേ എന്നാണ് ശാബ്ദി വ്യഞ്ജന. ഓപ്ഷൻ എ ശാബ്ദി വ്യഞ്ജന. അടുത്തത് ഛായാവാദ് കോ കിസ്നെ സ്ഥൂല കെ പ്രതി സൂക്ഷ്മ കാ വിദ്രോഹ് കഹ? ഡോക്ടർ നഗേന്ദ്ര. അപ്പോൾ ഛായാവാദിൻ്റെ ഒരുപാട് പരിഭാഷകൾ ഒരുപാട് പേര് പറഞ്ഞതുണ്ട്, അതൊക്കെ എന്ത് ചെയ്യുക, പഠിക്കുക. അടുത്തത് സുമേളിത് കീജിയതിൽ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്തത് നീച്ചെ ദിയേ ഹുയേ ക്ഷേത്രോ മേം കോൺ സാ ക്ഷേത്ര ദ്രവിഡ് പരിവാർ കെ അന്തർഗത് നഹി ഹേ എന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ ഉത്തർപ്രദേശ്. അടുത്തത് ശബ്ദാർത്ഥവും സഹിതവും കാവ്യം കിസ്ക കഥൻ ഹെ? ഭാമഹിൻ്റെ ആണ്. അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഒരുപാട് ആചാര്യന്മാർ പറയുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക, ആ ഭാഗത്തിൽ നിന്ന് വരുന്നത്. അടുത്തത് ത ത ജ ഗ ഗ കിസ് ചന്ദ് കാ ലക്ഷൻ ഹെ? ഇന്ദ്ര വജ്ര. ഓപ്ഷൻ ബി ഇന്ദ്ര വജ്ര. അടുത്തത് गधे को बाप बनाना मुहावरे का अर्थ क्या है? ऑप्शन सी काम निकालने के लिए मूर्ख की खुशामद करना. അടുത്തത് अज्ञेय की रचनाओं के सही प्रकाशन क्रम है? ऑप्शन डी चिंता हरि घास पर क्षण भर हरि करुणा प्रभामय कितनी नावों में कितनी बार. അടുത്തത് 112ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. नीचे दी हुई सूचियों में से दूसरे सप्तक के कवियों को पहचान कर लिखिए. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഓരോരോ സപ്തകങ്ങളിലെയും കവികളെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ സപ്തക കവികളാണ്. അപ്പോൾ ഓപ്ഷൻ ഡി നരേഷ് മെഹ്ത്ത, ശംഷേർ ബഹാദൂർ സിംഗ്, ഭവാനി പ്രസാദ് മിശ്ര, ശകുന്തള മാത്തൂർ. അടുത്തത് നാഗരി പ്രചാരണി സഭയ്ക്ക് സ്ഥാപന കബ് ഹുയി? 1893 ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. 1893. അടുത്തത് രമണീയാർത്ഥ പ്രതിപാദക ശബ്ദ കാവ്യം കിസ്കി ഉക്തി ഹെ? പണ്ഡിറ്റ് ജഗന്നാഥ് ആണ് ഇതിൻ്റെ ആൻസർ. മുമ്പൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ആചാര്യന്മാരുടെ, അതായത് ഇപ്പോൾ കുന്തക്, ഭാമഹ്, രാജശേഖർ, ഭരതമുനി, അങ്ങനെ ഒരുപാട് ആചാര്യന്മാർ വരുന്നുണ്ട് അതിൽ. അപ്പോൾ അവരുടെയൊക്കെ കഥൻ ഉക്തികളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അടുത്തത് 115ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സുമേളിത് കീജിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്തത് ഗഞ്ജൻ കെ നയൻ കിസ്കെ ജീവൻ പർ ആധാരിത ഉപന്യാസ? സ്ഥിരം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ജയൽട്ടിക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. സൂർദാസ് ആണ്. അടുത്തത് നിമ്ന ലിഖിത് രചനാവും ക കാലക്രമാനുസാർ സഹി അനുക്രം ലിഖിയേ? ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. പ്രിയപ്രവാസ്, ചൗക്കെ ചൗബദെ, ചുബത്തെ ചൗപദെ, വൈദേഹി വൻവാസ്. അടുത്തത് കിന്നർ വിമർശ സെ സംബന്ധിത് ഹിന്ദി की पहली कहानी का नाम क्या है? ദർമിയ എന്നാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ. അടുത്തത് 119ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദൂസരി ദുനിയ ക യഥാർത്ഥ കഹാനി സങ്കലൻ കെ സമ്പാദക് കോൻ ഹെ എന്നാണ്. രമണിക ഗുപ്തയുടെ ആണ്. ഓപ്ഷൻ സി. അടുത്തത് രഹിമന് പാനി രക്കിയെ ബിന് പാനി സബ്സൂൻ പാനി ഗയേന ഊബരൈ മൂത്തി മാനസ് ചൂൻ മേം കോൺസ അലങ്കാര ഹേ? അപ്പോൾ ഇതിൽ ശ്ലേഷാണ്, അതായത് പാനി എന്ന് വരുന്നത് പല അർത്ഥങ്ങളിൽ ഒരുപാട് തവണ ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ശ്ലേഷ്. അപ്പോൾ ഇങ്ങനെ അലങ്കാരങ്ങളും ചന്തുകളൊക്കെ എന്ത് ചെയ്യുക, പ്രത്യേകം എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ നന്നായിട്ട് എല്ലാവരും പഠിക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്കൊരു സംശയം തോന്നരുത്, അത് തന്നെയാണെന്ന് ആൻസർ. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും സെറ്റ് ഇനി വരുന്ന എക്സാമിന് സെറ്റ് ക്വാളിഫൈഡ് ആവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്തേ.